വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗ്. കപിൽ സിബലുമായി നാളെ ചർച്ച നടത്തുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിഷയത്തിൽ സംയുക്ത പ്രതിഷേധത്തിനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. ഇന്നലെയാണ് നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. വിനീത വി ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, നിയമ ഭേദഗതി ഈ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി അത് നിയമമായി മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് ലീഗ് അടക്കമുള്ള കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. ചില സംഘടനകളും കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. ഇനി നിയമ പോരാട്ടത്തിന്റെ കാലം. വിനീത, തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് പിന്നാലെ ഇന്ത്യ മുന്നണിയിലടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വാർത്ത ഇപ്പോൾ വഖഫ് ബില്ലിനെതിരെ സമസ്ത കൂടി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മുസ്ലിം സമുദായത്തിന്റെ ഇഷ്ടാനുസരണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നുവെന്നും അവർ ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന് വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്നും ഒപ്പം തന്നെ വഖഫ് സ്വത്തുക്കളുടെ വലിയ ഭാഗം സർക്കാർ സ്വത്താക്കി മാറ്റുന്നതിനാണ് ഈ വഖഫ് ബില്ലെന്നും സമസ്ത ആരോപിച്ചിരിക്കുകയാണ്. വഖഫ് നിയമത്തിനെതിരെയാണ് ഇപ്പോൾ സമസ്ത സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ നേരത്തെയും ഈ ലോക്സഭയിലും ഒപ്പം രാജ്യസഭയിലുമൊക്കെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ലീഗും ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ചർച്ചകളടക്കം മറുവശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ ബില്ല് നിയമമായതിനു ശേഷം പ്രതിഷേധവുമായി അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങാനായിരുന്നു ലീഗിന്റെ അടക്കം തീരുമാനമുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വഖഫ് നിയമത്തിനെതിരെ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തു വരികയാണ്. ടി കെ ശരി, വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നിയമത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുന്നുണ്ട് ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യം. അതിനിടയിൽ തന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ലീഗിന്റെയും സമസ്തയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നു.